ശീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ്. അതിൽ ജൂലൈ മാസം 1977 പ്രഭുപാദ് ഋഷികേശിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്നു. പ്രഭുപാദ് ലാസ്റ്റ് കാലയളവ് വൃന്ദാവനത്തിൽ താമസിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ശിഷ്യന്മാരൊക്കെ ഒരുപാട് പ്രഭുപാദിനെ വിദേശത്തേക്ക് പോകാനായിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നത്. വിദേശത്ത് പോയി ഭക്തന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രഭുപാദിന് ഇനിയും ഈ ലോകത്തിൽ തുടരണം എന്ന് തോന്നും എന്നുള്ള ഇതിന്. അതുകൊണ്ട് അവർ മനഃപൂർവ്വം തന്നെ എന്തെങ്കിലും പ്രസ്ഥാനത്തിൽ മോശപ്പെട്ട വാർത്തകളുണ്ടെങ്കിൽ അത് പ്രഭുപാദിന് ലെറ്ററൊന്നും വായിച്ചു കൊടുക്കത്തില്ല. ഏറ്റവും നല്ല നല്ല ബുക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും ഒക്കെ പ്രഭുപാദിന് പ്രോത്സാഹനം കിട്ടുന്ന ലെറ്റേഴ്സേ വായിക്കത്തുള്ളായിരുന്നു. അപ്പം അങ്ങനെ അവസാനം പ്രഭുപാദ് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം ലണ്ടനിൽ പോയി, അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്കും ലോസ് ആഞ്ചൽസിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം പ്രഭുപാദ് അങ്ങനെ അവിടെ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. 26 സെക്കൻഡ് അവന്യൂ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രഭുപാദ് തൻ്റെ ആദ്യകാല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്ന് പ്രഭുപാദ് പറഞ്ഞു, അന്ന് സത്സ്വരൂപ് മഹാരാജ് കൂടെ ഉണ്ടായിരുന്നു. അന്ന് ആദ്യകാല ശിഷ്യനാണ് സത്സ്വരൂപ് മഹാരാജ്. അപ്പം മഹാരാജിന് ഒരു ചെറിയ ജോലിയുണ്ട്. പക്ഷെ മഹാരാജ് എല്ലാ ദിവസവും വരുമ്പം നീ ഫ്രൂട്ട്സ് അത്രയും ഏകദേശം ലാസ്റ്റ് മന്താണ്. പക്ഷെ പ്രഭുപാദിന് ആ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ട് എന്നുള്ളത്. പ്രഭുപാദ് ഈ സത്സ്വരൂപ് മഹാരാജ് ഫ്രൂട്ട്സും ഇതൊക്കെ കൊണ്ടുവരുമായിരുന്നു എന്ന് പറയും. ഞാൻ നല്ലപോലെ വർക്ക് ഹാർഡ് ഒരുപാട് ജോലി ചെയ്തു ആ സമയത്തെന്ന് പ്രഭുപാദ് പറയും. പ്രഭുപാദ് രാവിലെ 7 മണിക്കും വൈകിട്ട് 7 മണിക്കും ക്ലാസ് കൊടുത്തിരുന്നു. പിന്നെ വരുന്ന എല്ലാ ഡിവോട്ടീസിനും പ്രസാദവും കൊടുത്തിരുന്നു. ചില ദിവസങ്ങളിൽ 75ഓളം പേര് വരുമായിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് വേറെ ആരും എങ്ങനെ കുക്ക് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഈ 75 പേർക്കും പ്രഭുപാദ് തന്നെയായിരുന്നു കുക്ക് ചെയ്ത് കൊടുത്തത്. പ്രഭുപാദ് ഓർക്കും സത്യദൃശ്യ എന്ന് പറഞ്ഞൊരു ഭക്തൻ വരുമായിരുന്നു. അപ്പോൾ എത്ര കഴിച്ചാലും അതിന് മതിയാവത്തില്ല. അപ്പോൾ ഓരോ വട്ടം ചോദിക്കുമ്പോഴും 4 ചപ്പാത്തി വീതം പ്രഭുപാദ് ഇങ്ങനെ അവർക്ക് കൊടുക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം സാൻ ഫ്രാൻസിസ്കോയിൽ പോയതും സിയാറ്റിൽ പോയതും ഹവായിൽ പോയതും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്രഭുപാദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് പ്രഭുപാദ് തന്റെ വിസ ശരിയാക്കാനായിട്ട് ആദ്യം വിട്ടത് അഭിരാം ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയാണ് കൽക്കട്ടയിലേക്ക്. അപ്പം അദ്ദേഹം ഒരുപാട് ലേറ്റ് ആവുന്നു, തിരിച്ചു വരുന്നില്ല എന്ന് കണ്ടപ്പം പ്രഭുപാദ് വേറൊരു ശിഷ്യനെയും കൂടെ ഇട്ടു, ബലവന്ത ദാസ് എന്ന് പറഞ്ഞു. അപ്പം അത് ഏകദേശം ശരിയായി, അവർക്ക് ന്യൂസ് കിട്ടി, അത് ഏകദേശം ശരിയായി. പക്ഷെ തിരിച്ചു വന്നപ്പം ബലവന്തദാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രഭുപാദ് അദ്ദേഹത്തിനെ കണ്ടപ്പം ഡിസ്പ്ലീസ്ഡായി. പ്രഭുപാദ് എന്താ നീ അഭിരാമിനെ കൂട്ടിക്കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചപ്പം ബലവന്തദാസ് പറഞ്ഞു, പ്രഭുപാദ് ഇനി കുറച്ച് സ്റ്റെപ്പുകളും കൂടെ ഉള്ളു ആ വിസ കിട്ടാനായിട്ട്, അത് അഭിരാം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ പ്രഭുപാദിന്റെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വേഗം വന്നു എന്ന് പറഞ്ഞു. പിന്നെ പ്രഭുപാദ് അദ്ദേഹത്തിന് വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, ഗുരുവിന്റെ സർവീസാണ് ഗുരുവിന്റെ കൂടെ നിൽക്കുന്നതിനെക്കാട്ടിലും പ്രാധാന്യം എന്നിങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു. അതിനുശേഷം പോകാനായിട്ടുള്ള റെഡി ആയപ്പോഴത്തേന് കൂടെ ഈ തമാൽ കൃഷ്ണ മഹാരാജ് മറ്റ് അമേരിക്കൻ ഡിവോട്ടീസ് ഒക്കെ ഉണ്ട്. അവര് ഡൽഹിയിൽ പോയി ടിക്കറ്റിന്റെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്തു. വൃന്ദാവനത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി അറേഞ്ച് ചെയ്തു. അപ്പൊ എന്തോ എയർലൈൻ സ്ട്രൈക്കോ എന്തോ ഉള്ളത് കൊണ്ട് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഈ അമേരിക്കൻ ഡിവോട്ടീസിന് ഉടനെ പ്രഭുപാദിന്റെ കൂടെ വരാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ ഇത് പ്രഭുപാദിനെ അറിയിച്ചപ്പം പ്രഭുപാദൻ പറഞ്ഞു, സാരമില്ല, ആരും വരേണ്ട ആവശ്യമില്ല, എനിക്ക് 3 സീറ്റ് ബുക്ക് ചെയ്താൽ മതി എയർലൈനിൽ, ഞാൻ 3 സീറ്റിൽ കിടന്നു പോവാം, എൻ്റെ കൂടെ ശ്രുതകീർത്തി ദാസ് മാത്രം വന്നാൽ മതി എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പം അതിൽ നിന്ന് സത്സ്വരൂപ് മഹാരാജ് പറയുന്നത്, പ്രഭുപാദ് അത്രയും ആരോഗ്യത്തിന് മോശമായൊരവസ്ഥയാണ്, അത്രയും ശിഷ്യന്മാർ കൂടെ അദ്ദേഹത്തിനെ പരിചരിക്കാനായിട്ടുണ്ട്. തമാൽ കൃഷ്ണ മഹാരാജ് അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര വിശ്വസ്തരായിട്ടുള്ള ഒരുപാട് ശിഷ്യന്മാരുണ്ട്. പക്ഷെ അവരില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എൻ്റെ കൂടെ ശ്രുതകീർത്തി മാത്രം മതി എന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷൻ കാണിക്കുന്നു, ആ ഡിറ്റാച്ച്മെന്റും കാണിക്കുന്നു എന്ന് അതിനകത്തുനിന്ന് സത്സ്വരൂപ് മഹാരാജ് പറഞ്ഞു.
പോയി.